സപ്തസ്വരങ്ങൾ കൊണ്ട് സംഗീതത്തിൽ മാസ്മരികത സൃഷ്ടിക്കുന്ന കുരുന്നു പ്രതിഭകളുടെ ഈ വേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വെൽക്കം ടു സ്വയംവര സിൽക്സ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ, പവേർഡ് ബൈ ഐടെക് സ്റ്റാർസ്, ലൂമിനസ് ലിക്വിഡ് മേക്കപ്പ്, RKG Ghee, Milma Ice Creams, Puma Kudagal, Ankitex, Scooby Day Bag. കുട്ടിക്കുറുമ്പുകൾക്ക് കൂട്ടായി നമ്മുടെ സ്വന്തം ജഡ്ജസ്. വെൽക്കം MG അങ്കിൾ, അന്നു ചേച്ചി. കൊച്ചു ഗായകരുടെ സംഗീതത്തിന്റെ നാദനിറവ് നമ്മുടെ സ്വന്തം ടോപ്പ് ബാൻഡ്. വെൽക്കം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്. സ്വയംവര സിൽക്സ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ 1ാം സമ്മാനം ലഭിക്കുന്ന വിജയിക്ക് തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്, 2ാം സമ്മാനം കിവി ഐസ്ക്രീം നൽകുന്ന 15 ലക്ഷം രൂപ. ആലാപന സൗകുമാര്യം കൊണ്ട് പ്രേക്ഷക മനം കവർന്ന നമ്മുടെ സ്വന്തം ഗായകൻ. വെൽക്കം സൂര്യനാരായണൻ ഓൺ സ്റ്റേജ്. ഞാനിന്ന് ഫേവറേറ്റ് റൗണ്ടിൽ പാടാൻ പോകുന്നത് ഉത്തമൻ എന്ന സിനിമയിൽ ദാസാർ പാടിയ പാലാഴി തീരം കണ്ടു ഞാൻ എന്ന പാട്ടാണ്. പപ്പ ഗാനമേളയിലൊക്കെ പാടാൻ പോകാറുണ്ട്. ഈ പാട്ട് ഇറങ്ങിയ കാലഘട്ടത്തിൽ ഗാനമേളയിൽ ആദ്യമേ പാടുന്ന പാട്ടാണ്. അത്രയ്ക്ക് സൂപ്പർ ഹിറ്റ് പാട്ടാണിത്. ദാസാർ അത്രയും ഭംഗിയിലാണ് ഈ പാട്ട് പാടി വെച്ചിരിക്കുന്നത്. അത്രയും ഭംഗിയിൽ ഞാൻ പാടാൻ ശ്രമിക്കും. ഒരു ചിരി, ഒരു കള്ളച്ചിരി. ഏത് പാട്ടാ? ഫേവറേറ്റ് റൗണ്ടില് പാലാഴി തീരം കണ്ടു ഞാൻ. അതെങ്ങനെ തുടങ്ങുന്നത്? പാലാഴി തീരം കണ്ടു ഞാൻ, സ്നേഹത്തിനാഴം കണ്ടു ഞാൻ. ഓൾ ദി ബെസ്റ്റ്. ഇത് എത്ര മേളിൽ പോവും മാക്സിമം? അവിടെ വരെ അതിന് പോകത്തുള്ളൂ. ആണോ? പൊൻചിങ്ങം വന്നപ്പോൾ. ഓൾ ദി ബെസ്റ്റ് സൂര്യ. താങ്ക് യു. പാലാഴി തീരം കണ്ടു ഞാൻ, സ്നേഹത്തിനാഴം കണ്ടു ഞാൻ. പാലാഴി തീരം കണ്ടു ഞാൻ, സ്നേഹത്തിനാഴം കണ്ടു ഞാൻ. പൂച്ചെണ്ടിനു കൈ നീട്ടി പൂക്കാലം വരവേറ്റു, ഒരു സ്വർഗാരാമം നീടെ കൈ വന്നു. പാലാഴി തീരം കണ്ടു ഞാൻ, സ്നേഹത്തിനാഴം കണ്ടു ഞാൻ. ഇത്ര നാളുമെങ്ങു പോയൻ സ്നേഹാർദ്രയാമമേ, ഈ മടിയിൽ തലചായ്ക്കാൻ കാത്തിരുന്നതാണു ഞാൻ. ഇത്ര നാളുമെങ്ങു പോയൻ സ്നേഹാർദ്രയാമമേ, ഈ മടിയിൽ തലചായ്ക്കാൻ കാത്തിരുന്നതാണു ഞാൻ. കൈത്തലങ്ങളിൽ സാന്ത്വനം തേടുവാൻ കൈക്കുഞ്ഞിൻ കനവോടെ കാത്തിരുന്നു ഞാൻ. പാലാഴി തീരം കണ്ടു ഞാൻ, സ്നേഹത്തിനാഴം കണ്ടു ഞാൻ. പൂച്ചെണ്ടിനു കൈ നീട്ടി പൂക്കാലം വരവേറ്റു, ഒരു സ്വർഗാരാമം നീടെ കൈ വന്നു.
കൈവരും സ്വപ്നമായി തുമ്പിലയും നീർത്തി വച്ച് നോറ്റിരുന്നു ഞാൻ. പാലാഴി തീരം കണ്ടു ഞാൻ, സ്നേഹത്തിനാഴം കണ്ടു ഞാൻ. പൂച്ചെണ്ടിനു കൈ നീട്ടി പൂക്കാലം വരവേറ്റു, ഒരു സ്വർഗാരാമം നീളെ കൈ വന്നു. പാലാഴി തീരം കണ്ടു ഞാൻ, സ്നേഹത്തിനാഴം കണ്ടു ഞാൻ. സബാഷ്. നിറമഴക്കരികളിൽ നിറനിലാവുകൾ, പുലരികൾ സന്ധ്യകൾ, മതിവരാ താളമായി സൂര്യ. എന്താ സർ? സൂര്യനെ പോലെ തിളങ്ങുന്നു നിൻമുഖം. അങ്ങനെ താങ്ക് യു സർ. ഈ പാട്ടില് സൂര്യനെ പോലെ തിളങ്ങി കേട്ടോ. എനിക്കറിയാൻ പറ്റുന്നുണ്ട്. എന്തെന്നറിയാമോ, നിന്റെ ഉള്ളില് ഉള്ളൊരു ചെറിയൊരു നോവ് എനിക്കറിയാൻ പറ്റും. അത് ഈ ശബ്ദം മാറുന്നതിന്റെ ഒരു പ്രശ്നം ഉള്ളിലുണ്ട്. പക്ഷെ അതെല്ലാം ഒടിച്ചു വെച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടി നീ നമുക്ക് പാടും. വെള്ളി നിലാത്തേരേറി പൊൻചിങ്ങം വന്നപ്പോൾ ആദ്യത്തെ പൂവിളിയിൽ അറിയാതുണർന്നു ഞാൻ. ആ സ്നേഹം തന്നെ നമ്മൾ തിരിച്ചു തരുന്നു. സ്നേഹത്തിൻ ആഴം കണ്ടു ഞാൻ മകനെ ഈ പാട്ടിൽ. ഇതാണ് പാലാഴി തീരം, സ്നേഹത്തിന്റെ പാലാഴി തീരം. അത് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ശ്രുതി കറക്റ്റ് ആയിരിക്കും. ഒരു ശ്രുതി ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്യാമോ? എന്ത് വന്നാലും ഒരു കുഴപ്പമില്ല, അത് ഗ്രേഡിനെ ബാധിക്കാനും പോകുന്നില്ല. ജസ്റ്റ് എനിക്കൊന്ന് അറിയാൻ, നിന്നൊന്ന് ധൈര്യപ്പെടുത്താൻ ഒരു ശ്രമം, അത്രയേ ഉള്ളൂ. ഒന്ന് ജസ്റ്റ് ട്രൈ. ഇപ്പൊ ഏതാണ്? 5. അപ്പൊ എ ആക്കും. പാലാഴി തീരം കണ്ടു ഞാൻ, സ്നേഹത്തിനാഴം കണ്ടു ഞാൻ. ഓക്കെ. പൂച്ചെണ്ടിനു കൈ നീട്ടി പൂക്കാലം വരവേറ്റു, ഒരു സ്വർഗാരാമം നീളെ കൈ വന്നു. മേളില് മാക്സിമം ഇതുവരെയാണ് പോകുന്നത്. ചരണത്തിൽ മേളിലുണ്ടോ? ഈ പൊൻചിങ്ങം അവിടെ വരുമ്പോഴാണ് പ്രശ്നം. ഈ ശ്രുതിയില് നല്ല പ്രസൻസ് വളരെയധികം പ്രസൻസ്. അതെ, ഞാൻ പറഞ്ഞ ആ ചിങ്ങം എന്നുള്ളത് ജസ്റ്റ് ഫ്രീ ആയിട്ട് പാടിയ പൊൻചിങ്ങം ഇതേ ശ്രുതിയിൽ. പൊൻചിങ്ങം വന്നപ്പോൾ കുറച്ചും കൂടെ ഉള്ളിന്ന് അത് കൂടുതൽ പുഷ് ചെയ്യാതെ ഒന്ന് പാടിയത്. പൊൻചിങ്ങം വന്നപ്പോൾ. ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാല് അത് പറ്റും, പക്ഷെ കുറച്ച് റിസ്ക് ഉണ്ട്. ആ റിസ്ക് നീ അവോയ്ഡ് ചെയ്ത് അത് നന്നായിന്ന് എനിക്ക് അഭിപ്രായമുള്ളൂ കേട്ടോ. അത് നന്നായി അങ്ങനെ ശ്രുതി കുറച്ചത്. പക്ഷെ ഈ പാട്ടിന്റെ ഒരു സുഖം ഉണ്ടല്ലോ. ഒരു ഇപ്പൊ സിയുടെ ഒറിജിനൽ ശ്രുതി ഏതാ? സി ആണ്. ഡിയുടെ പാലാഴി തീരം കണ്ടു ഞാൻ എന്ന് വരുമ്പോ ആ പാട്ട് ആ ഡിയിൽ വച്ചിരിക്കുന്നതിന്റെ കാര്യം എന്താണ്? കമ്പോസർ അങ്ങനെ വച്ചിരിക്കുന്ന കാര്യം എന്താ? ഭംഗി കൂടാ. ആ ശ്രുതിയിലാണ് ആ പാട്ട് ഏറ്റവും ഭംഗിയിൽ ധ്വനിക്കുക. അപ്പൊ നമ്മൾ ശ്രുതി കുറച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും അതിന്റെ സുഖം പോയിക്കൊണ്ടിരിക്കും. സി വെച്ച് പാടിയ പാലാഴി ഡിയുടെ സുഖമില്ല കണ്ട. തീരം കണ്ടു ഞാൻ. ബി ഒന്ന് പാലാഴി തീരം കണ്ട. ഇങ്ങനെ ബേസിലോട്ട് പോകും തോറും ഈ പാട്ടിന്റെ ഭംഗി കുറഞ്ഞുകൊണ്ടിരിക്കും. അത് മാത്രമാണ് ഒരു കാര്യം. പക്ഷെ അത് എന്തുകൊണ്ട് നീ അങ്ങനെ സെലക്ട് ചെയ്തെന്നുള്ളത് വളരെ സ്നേഹത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു പ്രശ്നമേ അല്ല എന്ന് പ്രസ്താവിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിച്ചു കൊള്ളുന്നു. സൂര്യകുമാര കേട്ടോ. വെരി വെൽ ഡൺ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സൂര്യ, എന്തോ നീ വന്ന് നിന്നപ്പോഴേ ഒരു ചിരി ചിരിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി. കാരണം നീ കംഫർട്ടബിൾ സോണിലാണ് നീ വന്നിരിക്കുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതാണ് ഞാൻ ചോദിച്ചത്, എന്താ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ നീ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എങ്കിലും എനിക്ക് മനസ്സിലായി അവൻ വളരെ കംഫർട്ടബിൾ സോണിൽ, കാരണം ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അവനെ എക്സിക്യൂട്ട് ചെയ്യാം, പാടാം എന്നുള്ളൊരു ധൈര്യത്തോടു കൂടിയാണ് വന്നത്. അതാണ് അവനെ ചിരിച്ചത്. പക്ഷെ നീ നന്നായിട്ട് പാടി. നീ
നീ ഉദ്ദേശിച്ച പോലെ തന്നെ നീ നന്നായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുട്ടൻ പറഞ്ഞ പോലെ ആ ഒരു പോയിന്റ് എനിക്കും പറയാനുള്ളൂ. കാരണം ഇത് അതിൻ്റെ ഒറിജിനൽ പിച്ചാണെങ്കിൽ ആ കമ്പോസർ അതിൻ്റെ ആ പിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? കാരണം അതിൻ്റെ ഏറ്റവും അതിൻ്റെ ആ ഇതുണ്ടല്ലോ, ഒരു ഫ്ലറിഷ് ചെയ്യുക ആ പാട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ പാട്ടിൻ്റെ ടോപ്പും ബാക്കി ഇതെല്ലാം വരുമ്പോഴാണ് അതിൻ്റെ ആ തബലയുടെ ടോണും ബാക്കി എല്ലാ ഇൻസ്ട്രുമെൻസിൻ്റെ ടോണും എല്ലാം ഡീൽ വരുമ്പോഴാണ് അതിൻ്റെ സുഖം വരുന്നത്. അത് താഴ്ന്നു പോകുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വല്ലാണ്ടിരിക്കും. പക്ഷേ മോൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് മോൻ സേഫർ സൈഡിൽ മോൻ കളിച്ചു, നീ ഗോളും അടിച്ചു. നന്നായിട്ട് അടിച്ചു. അതെ, ഗോള് നന്നായിട്ട് അടിച്ചു. അത് പെലേക്ക് അടിക്കുന്ന പോലെ. അതെ. അപ്പൊ അങ്ങനെ നിനക്ക് പാടാൻ പറ്റുന്ന കംഫർട്ടബിൾ സോണിൽ നീ വന്നുകൊണ്ടാണ് നീ ആ കള്ളച്ചിരി ചിരിച്ചത്. പക്ഷെ പാട്ട് രസമായിരുന്നു കേട്ടോ. മോനിപ്പോൾ അതേ പറ്റത്തുള്ളൂ. കാരണം നിവൃത്തിയില്ല, ഇല്ലെങ്കിൽ ഒരു ക്ലീ എന്നൊരു സംഭവം വരും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യുക. കാരണം അതേ നിവർത്തിയുള്ളൂ അല്ലേ? അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിനി മാറി വന്നിട്ടേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മാറി നല്ലൊരു യുണീക്കായിട്ടുള്ള ഒരു ശബ്ദം വരട്ടെ. കാരണം നല്ല ഭംഗിയുള്ള ഒരു മെയിൽ വോയിസ് ആയിട്ട് മാറട്ടെ. ഓക്കെ, ഇപ്പൊ പാടിയത് നന്നായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സൂര്യ, ഇത് വെറുതെ ഗോലല്ല, ഇത് അവേ ഗോളാണ്. ഹോം ഗോൾ എങ്കിൽ അത് ഓക്കെ, യു ഗെറ്റ് ഓൺലി 1 point. അവേ ഗോൾ നോ, ബിക്കോസ് യു ആർ നോട്ട് ഇൻ യുവർ എലിമെന്റ്, യു ആർ നോട്ട് ഇൻ യുവർ ഹോം ഗ്രൗണ്ട്. അതിന് 2 point കിട്ടും, അതറിയാവോ? സോ ഇത് അവേ ഗോൾ അടിച്ചു എന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോനെ. അതെന്തായത് സ്നേഹത്തിന് ആഴം കണ്ടു ഞാൻ പറഞ്ഞു അല്ലേ. എനിക്ക് തോന്നി ശ്രദ്ധേന്റെയും സാധനേന്റെയും ആഴത്തിൽ ഞാൻ കണ്ടു. ബിക്കോസ് ഇത് വളരെ ഡിഫിക്കൾട്ടാ ഇങ്ങനത്തെ ഒരു 1 octave സോങ്സ് സെലക്ട് ചെയ്യുക, പിന്നെ അതിൽ നമ്മുടെ കഴിവ് കാണിക്കണം, ഇതൊക്കെ ബുദ്ധിമുട്ടല്ലേ. എന്നാലും സൂര്യ ഇസ് എ ഫൈറ്ററാണ്. എപ്പോഴും യു കം അപ്പ് വിത്ത് സം സോങ് and somehow you managed to hold yourself on the stage and I'm so proud of you. Thank you. ഈ പാട്ട് വളരെ ഭംഗിയായിട്ട് പാടി, എസ്പെഷ്യലി ആ കണ്ടു ഞാൻ ആ ഫീൽ അല്ലേ, അയ്യോ എന്തോ ആണ്. ഇൻ യുവർ വോയിസ് ഇറ്റ്സ് സോ മാജിക്കൽ. ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. ചരണവും അങ്ങനെ തന്നെ എല്ലാം കറക്റ്റായിട്ട് ആ ഡൈനാമിക് റേഞ്ച് അല്ലേ മോൻക്കറിയാം. ചിലപ്പോൾ താഴെയുള്ള നോട്ട്സ് കുറച്ചുകൂടി ഒന്ന് ലൗഡായിട്ട് പാടാം, പക്ഷെ അവിടെ ലൗഡായിട്ട് പാടിയാൽ മുകളിൽ പോകുമ്പോൾ ഒരുപാട് സോഫ്റ്റ് ആവും. പിന്നെ അതിൻ്റെ കോൺട്രാസ്റ്റിന് അത് മനസ്സിൽ ഉൾക്കൊണ്ട് എല്ലാം അതിൻ്റെ ഡൈനാമിക് റേഞ്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാനേജ് ചെയ്തു. കുറേ സോഫ്റ്റ്, ആ സോഫ്റ്റിൽ തന്നെ വേരിയേഷൻ കാണിച്ചു. ഐ തിങ്ക് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. താങ്ക് യു മാം. ഗോഡ് ബ്ലെസ് യു. ഇങ്ങനെ തന്നെ നമ്മൾ മുന്നോട്ട് പോവാം കേട്ടോ. ഓക്കെ, ദർ ഇസ് നോ പ്രോബ്ലം. യു ക്യാൻ സിംഗ് ഇൻ എനി പിച്ച്, ബട്ട് യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. താങ്ക് യു മാം. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ സൂര്യനാരായണൻ ജി ഇപ്പൊ എല്ലാരും അങ്ങനെ ഇടുന്നുണ്ട്. കാരണം സ്വന്തമായിട്ടൊരു ജിയും കൂടെ കിട്ടേക്കും. ആ ഒരുപാട് പേരുണ്ട്, പേര് ഞാൻ പറയുന്നില്ല, ചുമ്മാ ഒരു ജി കിടക്കട്ടെ. സൂര്യനാരായണൻ ജി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ ഒരു വലിയ സംഭവമായിട്ട് മാറുന്നു. എന്തായാലും നീ ഒരു വലിയ സംഭവം ആയതുകൊണ്ട് ഞാൻ സൂര്യനാരായണൻ ജിയുടെ ഗ്രേഡ് ഇവിടെ പറയും, കുട്ടൻ ജി പറയും. ശ്രീകുമാർ ജിയും അനുജിയും ഞാനും കൂടി ഡിസ്കസ് ചെയ്തപ്പോൾ നിനക്ക് ഈ ഗ്രേഡ് തന്നേ പറ്റൂ എന്ന് തീരുമാനിച്ചു. അൾട്ടിമേറ്റ്. ഉണ്ടപ്പൻ ചേട്ടോ, മീനക്കുട്ടിയുടെ ഉണ്ടപ്പൻ ചേട്ടോ, അടിപൂക്കുട്ടി. കൺഗ്രാജുലേഷൻസ്, യു ആർ അവാർഡഡ് അൾട്ടിമേറ്റ്. താങ്ക് യു സർ. അത് MJ അങ്കിളാണോ സൈഡിൽ നിന്ന് പറഞ്ഞു കൊടുത്തെന്ന് ഞാനൊന്നും പറഞ്ഞില്ല, എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയ. അപ്പൊ ഇപ്പൊ എന്താ അടിയോടീനെ വിളിക്കാത്തത്? അടിയോടിയുടെ കൂട്ടുകാരന് കൂടെ ഇല്ല ഇപ്പൊ കറക്റ്റ് ആയിട്ട് എങ്ങനെ പറയാം. മീനുട്ടി ഇപ്പൊ ഇരിക്കുന്ന ഒരു ഭാവം എന്ന് പറഞ്ഞാൽ തലയാട്ടും ആ ഒരു ഇതാണ്, ആ റിയാക്ഷൻസ് ആണ്. എന്ത് പറഞ്ഞാലും ഇങ്ങനെ അങ്ങനെ ഒരു തല ആണോ? ആണുണ്ട്. ഇനി കുലുക്കുമ്പോ പറഞ്ഞാ മതി, അപ്പൊ ശ്രദ്ധിക്കാം. ഓക്കെ, സൂര്യനെ കിറ്റെക്സ് സ്കൂബിയുടെ ബാഗ്സ് നൽകുന്ന ഒരു സ്കൂൾ ബാഗും ഒപ്പം സൗജന്യമായ ഒരു കുടയും. കൊട എങ്ങനെ പെട്ടെന്ന് കൊടുത്തു? കൊട വേണ്ടേ? സാധാരണ അങ്ങൾ എടുക്കുന്ന കുട കൊണ്ടുപോയി, വീട് മുഴുവൻ കുടയായി. അംബ്ര കൊണ്ടുപോയല്ലേ? അംബ്രയോ? അത് നിങ്ങളാണ് പറഞ്ഞത്. അംബ്ര അതെ തന്നെ, അംബ്ര കൊണ്ടുപോയി. ഓക്കെ, അപ്പൊ നിനക്ക് ഈ മൈക്കൂടെ തന്നേക്കാം.
താങ്ക് യു MG അങ്കിൾ, താങ്ക് യു സൂര്യ. കാത്തിരുന്ന പക്ഷി ഞാൻ കാടേ, കാത്തിരുന്ന കൊമ്പിലൊന്നിരിക്കാൻ, നോറ്റിരുന്ന പക്ഷി ഞാൻ കാടേ മരങ്ങളെ. കാറ്റലഞ്ഞ നാടുകൾ താണ്ടി ഞാനുമെത്തി നിന്നിലൊട്ടിരിക്കാൻ. സ്വയംവര സിൽക്സ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ 1ാം സമ്മാനം ലഭിക്കുന്ന വിജയിക്ക് തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്, 2ാം സമ്മാനം കിവി ഐസ്ക്രീം നൽകുന്ന 15 ലക്ഷം രൂപ. പ്രേക്ഷക ഹൃദയങ്ങളിൽ വാത്സല്യത്തിന്റെ പൂമ്പൊടി വിതറിയ നമ്മുടെ സ്വന്തം ബാർബി ഡോൾ. വെൽക്കം ജെനിഫർ ഓൺ സ്റ്റേജ്. കോലക്കുഴൽ വിളി കേട്ടോ രാധേ എൻ രാധേ, അണ്ണൻ എന്നെ വിളിച്ചോ രാവിൽ ഈ രാവിൽ, പാൽനിലാവ് പെയ്യുമ്പോ പൂങ്കിനാവ് നെയ്യുന്നോ, എല്ലാം മറന്നു വന്നു ഞാൻ നിന്നെ. ഹലോ ഹലോ, ഇതാരിത്? എന്താണ് ഇത്ര ഗ്ലാമർ? പെർഫോമൻസ് റൗണ്ടാ? അല്ലെങ്കിൽ തന്നെ ഇയാളുടെ ഡ്രസ്സിന്റെ കാര്യത്തിൽ ഭയങ്കര സംഭവമാണ്. ഇന്ന് അതിലും സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട്. ഇത് എന്താണ്, ഷോളാണോ അതിന്റെ കൂടെ അല്ലേ? അത് തലയിലിട്ടു. എന്തായാലും സ്റ്റൈലായിട്ടുണ്ട്. എങ്ങനെയുണ്ടാണ് ചേച്ചി? ഐ തിങ്ക് കുട്ടി ശ്രീദേവിയാണ് അല്ലേ? ആണോ? ഇന്ന് ആ പാട്ടല്ലേ പാടാൻ പോകുന്നത് ദേവരാഗം പിക്ചറിൽ നിന്ന് അല്ലേ? അതാണ് ഈ വേഷം. ഓക്കെ ഓക്കെ. നല്ല ഭംഗിയാട്ടോ ജെനി. താങ്ക് യു. ആരാ സെലക്ട് ചെയ്തത് ഈ ഡ്രസ്? ഇത് തയ്പ്പിച്ചതാണ്. സെറ്റ് ചെയ്തതാണ്. എല്ലാവരും അന്ന് ഒരു ഗ്രീൻ ഡ്രസ് ഉണ്ടായിരുന്നു അല്ലേ, ബട്ടർഫ്ലൈസ് ഒക്കെ വെച്ചിട്ട് അവരും തയ്പ്പിച്ചതല്ലേ? പാട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോ? പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇത് ഡുവറ്റ് അല്ലേ പാടാൻ പോകുന്ന പാട്ട്, അല്ലെങ്കിൽ ചിത്ര ചേച്ചി മാത്രമാണോ പാടിയത്? ചരണം ഉണ്ണികൃഷ്ണൻ ഉണ്ടല്ലേ അതില്? ഓക്കെ, അതൊന്നും ബുദ്ധിമുട്ടില്ല. ഡുവറ്റ് ചിലപ്പോ അല്ലേ ശ്വാസം എടുക്കാൻ കുറെ സ്ഥലങ്ങളുണ്ടോ അവിടെ? ഇല്ല, അത്രയ്ക്കൊന്നുമില്ല. അപ്പൊ എല്ലാം പ്രിപ്പയർഡ് ആണ്. അപ്പൊ കേൾക്കാം നമുക്ക്. അടിച്ചു പൊളിക്ക്. ഓൾ ദി ബെസ്റ്റ് ജെനി. താങ്ക് യു. ഡാൻസ് ഒക്കെ കളിക്കാനോട്ട് ഇടയ്ക്ക്. ചെറുതായിട്ട് നോക്കി നോക്കൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ഗോപികളറിയാതെ വെണ്ണ കവർന്നു നീ ആരിടമൊന്നാകെ വായിലു ദുഃഖി നീ സുമധുര സായംകാലം ലീലാലോലം മോഹാവേശം നിന്മായം സ്വയം പരമധുമയ മൃദുല ഹൃദയ കഥകളറിയാ യാദവായി എനിക്കറിയാം ഏതു മുഖഭാവങ്ങളറിയാം രാധികേ ഈ സംഗമം വനവല്ലിക്കൂടിൽ കണ്ട് കൊതിയോടെ അത് മുല്ലപ്പൂവായി നിലെ നിലെ വിരിഞ്ഞു ഈ വാക്കുകൾ തേൻതുള്ളികൾ നീലത്തിങ്കൾ ബിംബം പോകും അമൃതായി ഇന്ദ്രനീലരാഗച്ചെപ്പുകളിൽ നിറഞ്ഞു ഇതുകുലകാമ്പോചി മുരളിയിലൂതാം ഞാൻ യമുനയിലോളം പോ സിരകളിലാടാം ഞാൻ സുരഭിലരാഗം താനം നീയും ഞാനും പാടും നേരം സ്വർഗീയം സ്വയം പരമധുമയ മൃദുല ഹൃദയ കഥകളറിയാം യാദവായി എനിക്കറിയാം ഇതു മുഖഭാവങ്ങളറിയാം പൂവന്തിയായകലെ കടലിൽ മൈലാഞ്ചി നേരം. എല്ലാം ഇപ്പൊ വളരെ തീരത്തില്ല എന്ന് വിചാരിച്ചപ്പോ അല്ല എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അപ്പൊ എനിക്ക് താങ്ക് യു സോ മച്ച്. അവർ സ്റ്റാച്യു താങ്ക് യു സോ മച്ച്. ഡാൻസേഴ്സിന് ഒരു നല്ല കയ്യടി തരാൻ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇരുവരുമണയുന്ന അവിടെ മീനുട്ടിക്ക് സ്റ്റാച്യു ആവാൻ പറ്റും. സ്റ്റാച്യു ഇത് ഏതോ ഒരു ആ കണ്ണ് ഒരു പക്ഷിയുടെ ഇതുപോലെ ഇരിക്കും, മൂങ്ങയുടെ പോലെ ഇരിക്കും, ശ്ശേ, ഇല്ല അതോ കഴുതയുടെ പോലെ ഇരിക്കുന്ന. ഇല്ല, തോറ്റില്ല. MJ-കളാണ് തോപ്പിച്ചത്. എന്തായാലും തോറ്റല്ലോ. ജെനി എന്തോ സാർ? നല്ല പാട്ട് കേട്ടോ, നല്ല സെലക്ഷൻ. ജെനി മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. മാക്സിമം യു ട്രൈഡ്. പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി, ട്രൈ ചെയ്തു. പക്ഷെ അത് അങ്ങോട്ട് പൂർണ്ണതയിലോട്ട് എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. കാരണം പല്ലവിയിൽ ശ്രുതി ഒരുപാട് സ്ഥലത്ത് പോയി. പിന്നെ അനുപല്ലവിയിൽ ലാസ്റ്റ് പോർഷൻസ് ഉണ്ടല്ലോ, അനുപല്ലവിയുടെയും ചരണത്തിൻ്റെ, അതെന്താ എത്താത്ത അങ്ങോട്ട്? അതെനിക്ക് പെട്ടെന്ന് ബ്രത്ത് കിട്ടിയില്ല. ഒന്ന് ട്രൈ. മോൾ എപ്പോഴും വരുമ്പോൾ ഞാൻ എപ്പോഴും പറയാറില്ലേ, റിലാക്സ് ആയിട്ട് വരണം. ഇവിടെ ഞങ്ങളൊക്കെ ഫ്രണ്ട്സാണ്, നോട്ട് ജഡ്ജസ്. നമ്മളൊക്കെ വെറുതെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനിരിക്കുന്നത്. അപ്പം മേലോട്ട് അങ്ങോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ പാട്ട് ഇത് എനിക്ക് പറ്റിയൊരു പാട്ട്. ചില സ്ഥലങ്ങളൊക്കെ അവിടൊക്കെ ചില സ്ഥലങ്ങൾ സൂപ്പറായിരുന്നു, ഗംഭീരമായിട്ട് പാടി. ചില സ്ഥലങ്ങൾ വിണ്ണിൽ നിന്നും മിന്നൽ കിണറുകൾ പെയ്തു, എന്റെ കണ്ണിൽ മഴത്തുള്ളികളായി വിടർന്നു. ഗോവർദ്ധനം പൂപോലെ നീ പണ്ടു കയ്യിലെടുത്തടിക്കളിയായി, പാവം കന്യമാരും നിന്മായയിൽ മയങ്ങി. പല്ലവിയുടെ അനുപല്ലിയുടെ ലാസ്റ്റ് ലൈൻ അതൊന്ന് മനസ്സിൽ ഒന്ന് അവിടെ എത്തിക്കൊന്നൊന്ന്
ഒരു ശബ്ദം ചെയ്തുകൊണ്ടൊന്ന് പാടി. ഏതുകുലകാംബോജി യദുകുലകാംബോജി ഏതുകുലകാംബോജി മുരളിയിലോതാം ഞാൻ യമുനയിലോളം 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 യഗമപദനിദാപ യമുനയിലോളം യമുനയിൽ യമുനയിലോളം പോൽ സിരകളിലാടാം ഞാൻ Okay. സുരഭിലരാഗം താനം നീയും ഞാനും സുരഭിലരാഗം താ സുരഭിലരാഗം താനം സുരഭിലരാഗം സുരഭിലരാഗം രാഗം ആ സുരഭിലരാഗം താനം നീയും അവിടെ വരുമ്പോ ബ്രത്ത് കുഴപ്പമില്ല, വരും. കുറച്ച് ബ്രത്ത് തന്ന് പോ. ആ, സുരഭിലരാഗം താനം നീയും ഞാനും പാടും നേരം സ്വർഗീയം സ്വയം സ്വർഗീയം സ്വയം. സ്വർഗീയം സ്വയം ആ, ചേർന്ന് വരണം. സുരഭില അല്ല, അത് നല്ല ശ്വാസം എടുത്തിട്ട് മനസ്സൊന്ന് റിലാക്സ് ചെയ്യും. എല്ലാം കഴിഞ്ഞല്ലോ, ഇനിയൊന്നുമില്ലല്ലോ, കഴിഞ്ഞു. ഇനിയിപ്പോ എല്ലാം പെട്ടെന്നായിരുന്നു. തുടക്കം വളരെ ഒരു ബീജിയം തുടങ്ങിയ പോലെയാണ് പാട്ട് തുടങ്ങിയത്. അതിന്റെ വയലൻസ് തുടങ്ങിയത് സാധാരണ ഒരു ഓപ്പണിംഗ് പോലെ ഒരു ഡിഫറെന്റ് ആയിട്ടാണ്. അതുപോലെ തന്നെ നിർത്തുന്നതും ആരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ സ്വസ്ഥമായിട്ടൊന്ന് അതൊന്ന് പാടും. സുരഭിലരാഗം താനം നീയും ഞാനും പാടും നേരം സ്വർഗീയം ആ ആ സുരഭിലരാഗം താനം നീയും ഞാനും പാടും സുരഭിലരാഗം താനം നീയും ഞാനും പാടും നേരം സ്വർഗീയം ആ വന്നല്ലോ. ആ വിട്ട് കട്ട് ചെയ്ത് പാടൂ. കുറച്ചുകൂടി ഞാൻ ടെമ്പോ കുറച്ച് കൂട്ടിക്കോട്ടെ. അതെനിക്ക് ഇത്ര സ്ലോ ആയതുകൊണ്ട്. എത്ര ടെമ്പോ എത്രയാണ്? സുരഭിലരാഗം താളം താനം Ready? 1 2 3 4 1 2 3 സുരഭിലരാഗം താനം നീയും ഞാനും പാടും നേരം സ്വർഗീയം സ്വയം വരമധുമയ മൃദുല ഹൃദയ കഥകളറിയാം. സവാഷ് ഇപ്പൊ വന്നല്ലോ. എല്ലാം ടെമ്പോയുടെ കുഴപ്പമില്ല. അതെ ടെമ്പോ നല്ല ഇടി കൊടുക്കണം. എല്ലാം ലോനപ്പന്റെ ടെമ്പോ അല്ല, ലോനപ്പന്റെ പ്രശ്നമാണ്. ലോനപ്പൻ ചേട്ടാ അവിടെ ഇങ്ങനെ കുറ്റിപോലിരിക്കല്ലേ. ആരാ മോനെന്നറിയോ? ആരാ ആളെന്നറിയോ? അറിയോ? മീനക്കുട്ടിക്ക് അറിയോ ആരാന്ന്? ഇല്ല. ഒയ്യോ, ആരാന്നറിയോ? മാടപ്രാവൻ അറിയോ ആരാന്ന്? അറിയാന്ന്. അറിയാലല്ലേ? ഒയ്യോ, ഞാൻ പറയണോ? വൈദ്യരുടെ അടുത്തൊന്നും മാറൂല. ആ ലോനപ്പനാണ് ഇതിന്റെ എല്ലാം പ്രശ്നം. ഈ ടെമ്പോ ഇങ്ങനെ കൊടുത്തോണ്ടാണ് മോക്ക് പോയത്. മോളെ ഒന്ന് റിലാക്സ് ചെയ്ത് പാടിയപ്പോ വന്നില്ല ഇപ്പോഴും. അതെ അപ്പൊ എപ്പോഴും പാടാൻ വരുമ്പോഴത്തേക്ക് ഒരു ടെൻഷൻ വെക്കരുത്. മോള് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അതായത് ആദ്യത്തെ പഴയതിൽ നിന്ന് ഒരുപാട് മാറി വോയിസ് ഒക്കെ കുറെ ഓപ്പണായി വരുന്നുണ്ട്. അപ്പൊ ഒരിക്കലും കോൺഫിഡൻസ് വിട്ടിട്ട് നമുക്കൊരു ഇൻഫീരിയോറിറ്റി ഒരു ഇനി പാടാൻ പറ്റുമോ അങ്ങനൊരു ചിന്ത മനസ്സിൽ വരരുത്. വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഒരിക്കലും അവിടെ പോവും എന്ന് വരും. ഇപ്പൊ എല്ലാം കറക്റ്റായി. പക്ഷെ നേരത്തെ പറഞ്ഞപ്പോഴത്തേക്ക് ഓൺ ടേക്കിൽ ഒരുപാട് ഈ 2 സ്ഥലവും പോയി, പിന്നെ ശ്രുതി എവിടെ ഒക്കെ പോയി. ഞാൻ പുറത്തുനിന്ന് റിഹേഴ്സൽ എന്ന് ചെയ്ത് നോക്കിയപ്പോ കറക്റ്റ് വന്നതാ. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് എനിക്കും സംഭവിക്കുന്നതാ. അതിന്റെ ഒരു കോൺഫിഡൻസും എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ടേക്കിൽ വന്നപ്പോ ഞാൻ കരുതിയില്ല. അല്ല മോളെ, ഇതിനകത്ത് പ്രശ്നം എന്താ പറയുക, ഇതെനിക്കും ഇങ്ങനെ തന്നെ ആയിരുന്നു. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വീട്ടിലിരുന്ന് പാടുമ്പോൾ ഗംഭീരമായിട്ട് പാടും. പക്ഷെ സ്റ്റേജിൽ കയറുമ്പോൾ എല്ലാം പോയിട്ട് എനിക്ക് 3rd പ്രൈസേ ഇന്ന് വരെ കിട്ടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഒന്നിനും കിട്ടിയിട്ടില്ല. ലളിതഗാനത്തിനും എനിക്ക് ഒരു 3rd അല്ലാതെ ഫസ്റ്റ് കിട്ടിയിട്ടേ ഇല്ല. എനിക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ഒന്നാം കൊമ്പത്തു വന്നിരുന്നൊരു പുന്നാരക്കിളി ചോദിച്ചു, കൂട്ടിനിളങ്കിളി പൊന്നിളം പൈങ്കിളി കൂടുവിട്ടിങ്ങോട്ടു പോരാമോ. പദ്യപാരായണത്തിനാണ് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട, എല്ലാവർക്കും ഇത് സംഭവിക്കുന്നതാണ്. സാരമില്ല മോളെ, അടുത്ത ഇതിന് നോക്കാം കേട്ടോ. ഡോണ്ട് വറി മുസ്തഫ. ഓക്കെ, ഇപ്പൊ എനിക്ക് മനസ്സിലായി 2 ആൾക്കാരാണ് വില്ലന്മാരെന്നുള്ളത്. ഒന്ന് മോണിറ്റർ, നല്ലൊരു ഇടിയോട് മോണിറ്ററിന് കൊടുത്തു. ഇനി അടുത്ത ഇടി കൊടുക്കണ്ട ആർക്കാ? ലോനപ്പന് കൊടുത്തു. കൊടുത്തോ? ലോനപ്പൻ പടിയൊക്കെ പേടിയാണോ? ഞാനല്ലേ പറയണ കൊടുത്തു.
ഇനി ടെമ്പോ ഒക്കെ കറക്റ്റ് ആയിട്ട് തന്ന് ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞേക്ക്. ഇനി ടെമ്പോ ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് തന്ന് സഹായിക്കണേ. പുള്ളിക്കൊന്ന് കുത്താനേ പറ്റൂ, പിന്നെ എല്ലാം ടെമ്പോയാ കൊണ്ടുപോണേ. ഇന്ന് പാടിയതില് കുറെ നല്ല ഭാഗങ്ങളുണ്ടായിരുന്നു, പക്ഷെ അതുപോലെ പ്രശ്നങ്ങളുണ്ടായിരുന്ന കുറെ ഏരിയാസ്, ഗ്രേ ഏരിയാസ് എന്ന് പറയാം, അതുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ക്യൂട്ടായിട്ട് പാടാനുള്ള ശ്രമം. ബാക്കി ശ്രുതിയൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ ആ താളത്തിൽ ആ നല്ലൊരു ഋതമല്ലേ അല്ലേ, ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, എവിടെയും നിർത്തുന്നില്ല. ഒന്നത് വായിക്കാമോ? ആ ഋതം വായിക്കാമോ? 1 2 3 4. തരളിതരാവിൽ മയങ്ങിയോ. അദ്ദേഹത്തിന്റെ പാട്ടാണ്. ആരുടെയാണ്? കീർവാണി സാറിന്റെ പാട്ടാണ്. അദ്ദേഹത്തിന്റെ തന്നെ പാട്ടാണ്. യാദവ. ഞാൻ വളരെയധികം ഒരുപാട് ആരാധിക്കുന്ന എ ഗ്രേറ്റ് ലെജൻഡാണ് മ്യൂസിക്കിന്റെ. എനിക്ക് അദ്ദേഹത്തിന്റെ കോമ്പോസിഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുൾ ആണ്. യുനോ, അത് അത്രയും വെൽ നിറ്റ് ആയിരിക്കും കോമ്പോസിഷൻ. അപ്പൊ ഇത് കേട്ടില്ലേ? അത് കേട്ടില്ലേ? ആ ഋതം നല്ല രസമല്ലേ? 1 2 3 4. പാടിക്കും. ഇപ്പൊ പാടുമ്പോ അത് പാടാൻ വേണ്ടി പാടുന്നത്. അത് കുറച്ചുകൂടെ ക്യൂട്ടാക്കത്. അത് മീനുട്ടി നോക്കി പാടി. അപ്പൊ കറക്റ്റ് വരും. കറക്റ്റ്. അത് അയ്യേ എന്ന് പറഞ്ഞുള്ളത് പാടരുത് കേട്ടോ. ആ മുഖം കണ്ട് അങ്ങനെ തോന്നും. അത് വേണ്ട. ഒന്ന് പാടിയേ. അനു ചേച്ചിനെ നോക്കിട്ട് വേണമെങ്കിൽ അപ്പൊ അനുവിനെ നോക്കി. ഓക്കെ, അനു നോക്കിയോ? സപ്പോർട്ട് അനുവിനെ നോക്കിയോ? ഇങ്ങനെ പാടിക്കും. ജെനി, അനുവിനെ നോക്കി പാടിക്കോ. ഓക്കെ, ക്യൂട്ടായിട്ട് പാടണം. ഞാൻ പറഞ്ഞു തന്നാലേ പാടണേ. ആ ഋതം 1 2 3. റോമാഞ്ചം വരണം. ഇനിയിപ്പോ പാടേണ്ട പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ചരണത്തിലുള്ള പോർഷൻ ഇല്ലേ? ശ്രീനന്ദ ആ ഭാഗം വരുന്നുണ്ടല്ലേ? ചരണം. ഏതെന്നാ? ശ്രീനന്ദന എവിടെയാണ്? അനുപല്ലവി. എന്നാ അത് ഫസ്റ്റ് ചരണം. ഓക്കെ, ആ ശ്രീനന്ദന പാടുമ്പോ നല്ല മെലോഡീസ് ആയിട്ട് പാടിയിട്ട് അത് കഴിഞ്ഞിട്ട് സരിഗ സരി നിസ പനി നിസ, അത് കുറച്ചും കൂടെ തുള്ളി പാടണം. എന്ന് പറഞ്ഞാൽ നമ്മൾ തുള്ളി പാടണമെന്നല്ല, പാട്ട് തുള്ളണം. അതുകൊണ്ടാണ് കമ്പോസർ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ആ ഫസ്റ്റ് പോർഷൻ എങ്ങനെ പാടണം? മെലോഡിയസ് ആയിട്ട് പാടണം. അതുകൊണ്ട് അടുത്തതില് പാട്ട് തുള്ളണം. അപ്പൊ അതിങ്ങനെ പാടും. ശ്രീനന്ദന നിൻലീലകൾ വിണ്ണിൽ നിന്നും മിന്നൽ പിണറുകൾ അവിടെ കോഡ് വേണം. മഴത്തുള്ളി അവിടെ കട്ട് ചെയ്ത് അങ്ങനെ വാക്കിയല്ലേ? പിന്നിൽ തന്നെ 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 അങ്ങനെ പാട്. എന്റെ കണ്ണിൽ മഴത്തുള്ളികൾ, എന്റെ കണ്ണിൽ മഴത്തുള്ളികളായി വിടർന്നു. അങ്ങനെ വരുമ്പോ അതിന്റെ കോൺട്രാസ്റ്റ് കറക്റ്റ് ആയിട്ട് വരും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ശ്രീമരട്ടൻ ഇതിൽ മന്നനാണ് കേട്ടോ ഇങ്ങനെ പാടാനായിട്ട്. അതായത് അതനുസരിച്ചുള്ള ഡൈനാമിക്സ് അനുസരിച്ച് ഇങ്ങനെ മാറി മാറി അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു എലിമെന്റ് എന്ന് പറയുന്ന ഇതാണ് ഈ ചേഞ്ച് ഓവേഴ്സ് എന്ന് പറഞ്ഞാൽ കോൺട്രാസ്റ്റ്. പാട്ടിന്റെ ഉള്ളിൽ തന്നെ ട്യൂണിൽ ഒരുപാട് കോൺട്രാസ്റ്റ് കോമ്പോസർ കൊണ്ടുവരുമ്പോൾ അത് അതേ രീതിയിൽ തന്നെ ഡൈനാമിക്സ് വെച്ചിട്ട് അതിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു രീതി. പറഞ്ഞ മനസ്സിലായില്ലേ? അത് കൊണ്ടുവരണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും കൂടുതലായിട്ട് പറയാനില്ല. ഓക്കെ, റൈറ്റ്. താങ്ക് യു സർ. അപ്പൊ മനസ്സിലായല്ലേ? ഇത്രയേ ഉള്ളൂ. ഒരു ടെമ്പോ നമ്മൾ വലിക്കാതെ കറക്റ്റായിട്ട് നമ്മൾ പാടി ഒന്ന് ഒഴുകി പാടിയാൽ തന്നെ നമുക്ക് ഭംഗി കൂടുതലായിട്ട് കിട്ടും അല്ലേ? പക്ഷെ മോളുടെ വോയിസ് വളരെ എന്താ പറയാ, ഒരു ഏഞ്ചലിക് വോയിസ് ആണ്. ചിലപ്പോൾ അതിൻ്റെ ഒരു ഫീൽ അല്ലേ? എനിക്ക് വളരെ ഇഷ്ടമാണ് ജെന്നിഫറുടെ ആറ്റിറ്റ്യൂഡ്. ജെന്നിഫർ എപ്പോഴും സിൻസിയറായിട്ട് ജെന്നിഫർക്ക്. പക്ഷെ ചിലപ്പോൾ ഈ ശ്വാസം എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യണം, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം,
അതിൻ്റെ ഒന്ന് കിട്ടുന്നില്ല, അതിൻ്റെ പിടി കിട്ടുന്നില്ല. ചിലപ്പോൾ കിട്ടും, അത് ബൈ ലക്ക് കിട്ടും, ചിലപ്പോൾ അത് ആ കൺസിസ്റ്റൻസിയോട് നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ബ്രീതിങ്ങും ഈ ടെമ്പോ ഒക്കെ നമ്മൾ നേരാക്കിയ നമ്മുടെ പെർഫോമൻസ് ഒരു A വാവ് ലെവലിൽ തീർച്ചയായിട്ടും എത്തും. ബിക്കോസ് യു ആർ വൺ ഓഫ് ദി യുണീക്ക് വോയിസസ് ഇൻ ദിസ് കോമ്പറ്റീഷൻ അല്ലേ? സോ നമുക്ക് ആ വോയിസിൻ്റെ നമ്മൾ മുഴുവൻ നമുക്ക് ശ്രമിക്കാം, കുഴപ്പമില്ല. ഇറ്റ്സ് ഓൾ എ പ്രോസസ്സ് അല്ലേ? ഞങ്ങൾ ഇന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, എങ്ങനെ ബെറ്റർ ആക്കാം, എങ്ങനെ ഇതൊന്ന് നന്നാക്കാം, എങ്ങനെ എക്സ്പ്രഷൻ കൂട്ടാം, ഡൈനാമിക്സ് എങ്ങനെ ചെയ്യാം. ഇതൊരു ലൈഫ് ടൈം പ്രോസസ്സാണ്. സോ നമുക്കിതൊന്ന് പഠിച്ച് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ടു ബിക്കം എ ബെറ്റർ മ്യൂസിഷ്യൻ അല്ലേ? സോ ദാറ്റ് യു വിൽ ഡെഫിനറ്റ്ലി ബി. സോ ഒന്നും അങ്ങനെയൊന്നും വിഷമിക്കണ്ട കേട്ടോ. You sang very lovely. You look so pretty. Like Sridevi only, you're looking so pretty. The song was also pretty. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് നമുക്ക് കറക്റ്റ് ആക്കാം. ഇനി വരുന്ന റൗണ്ട്സിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ട്രൈ ചെയ്ത്, ചിലപ്പോൾ കൂടുതൽ ട്രൈ ചെയ്യാതിരിക്കുന്നത് നല്ലത്. ഒരുപാട് എക്സ്പ്രഷൻസ് അല്ലേ? വെൻ യു വോണ്ട് ടു ഡു ടു മച്ച് എക്സ്പ്രഷൻ ദെൻ ദ ടെമ്പോ ഗോസ് ഫോർ എ ടോസ്. മനസ്സിലായല്ലേ? നമ്മുടെ മനസ്സിലെല്ലാം അതുണ്ട്. പക്ഷെ ആ ടെമ്പോനുള്ളിൽ എത്ര വരും അത്ര പാടിയാൽ മതി. ഇറ്റ് വിൽ ബി കറക്റ്റ്. ഓക്കെ, വിൽ യു ട്രൈ ദാറ്റ്? വീട്ടിൽ ഒരു മെട്രോണോം വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. പാട്ടിനെ വെറുതെ പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല. ബിക്കോസ് നമ്മൾ ജസ്റ്റ് വെറുതെ പാടുമ്പോൾ ഏത് ടെമ്പോയില് സംഗതി കറക്റ്റായി വരും. പക്ഷെ പെട്ടെന്ന് ടെമ്പോ വരുമ്പോൾ ആ സംഗതി തന്നെ നമുക്ക് ബുദ്ധിമുട്ടിക്കും അല്ലേ? ഇനി ഒരു മെട്രോണോം വെച്ചിട്ട് ടെമ്പോ ഫിക്സ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജിനി, എന്തോ ഗ്രേഡ് കുട്ടനങ്ങൾ പറയും. ഓക്കെ, അപ്പോ ജനിക്കുടി എന്തോ ഇന്നിപ്പോ ഇതാണ് ഗ്രേഡ് A+. താങ്ക് യു സർ. അടുത്തവണ നല്ലൊരു പാട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ശ്വാസമൊക്കെ, ഒരുപാടൊന്നും പഠിക്കണ്ട, കുറച്ച് ശ്വാസമൊക്കെ എടുത്ത് റിലാക്സ് ആയിട്ട് പോയാ പോട്ടെ. അടുത്ത തവണ ടെൻഷൻ ഒന്നുമില്ലാതെ കോൺഫിഡന്റ് ആയിട്ട് നന്നായിട്ട് പാടാം. വെരി ഗുഡ്. ചുമ്മാ അങ്ങ് പാടണം. കാരണം ഇത് ഈ സ്റ്റേജ് എന്ന് പറയുന്ന ഒരിക്കലും ആർക്കും ഒരു ടെൻഷൻ ഇല്ലാത്ത സ്റ്റേജ്. ആർക്കും എങ്ങനെ വേണമെങ്കിൽ പാടാം, കുഴപ്പമില്ല. ആ പാടുന്നതിനനുസരിച്ചുള്ള ഗ്രേഡും തരും. അപ്പം അതുകൊണ്ട് ഈ ഒരു മനസ്സിലുള്ള ആ ബ്ലോക്ക് അങ്ങ് മാറ്റിയിട്ട് വരിക കേട്ടോ. എനിക്ക് പറ്റും. ഓക്കെ, ലോനപ്പോ അടി പൂക്കുറ്റി. So congratulations, you are awarded A+. താങ്ക് യു. ജെനിക്കുട്ടി, എന്തോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മഴവിൽ ചിറകിൽ അണയും കുളിരേ നിന്നല്ലിളം നെറ്റിയിൽ പൊന്നുമ്മ തന്നിടാം നിൻ കൊഞ്ചലും കളിത്തഞ്ചവും തരുമോ. സ്വയംവര സിൽക്സ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ 1ാം സമ്മാനം ലഭിക്കുന്ന വിജയിക്ക് തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്, 2ാം സമ്മാനം കിവി ഐസ്ക്രീം നൽകുന്ന 15 ലക്ഷം രൂപ. കുസൃതി കലർന്ന ചിരിയും അതിശയിപ്പിക്കുന്ന ആലാപന മികവുമായി എത്തുന്നു നമ്മുടെ സ്വന്തം റിച്ചുകുട്ടൻ. വെൽക്കം ഋതുരാജ് ഓൺ സ്റ്റേജ്. ഞാൻ ഇന്ന് സാഡ് സോങ് ഗ്രൗണ്ടിൽ പാടാൻ പോകുന്ന പാട്ട് നീ ഉറങ്ങിയോ നിലാവേ എന്ന പാട്ടാണ്. ഈ പാട്ട് നല്ല ഫീലുള്ള പാട്ടാണ്. പിന്നെ ഈ പാട്ട് സെലക്ട് ചെയ്തത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ ഞാൻ ഈ സാഡ് സോങ് ഗ്രൗണ്ടിൽ ഞാൻ നന്നായിട്ട് പാടും. അതോടെ ഞാൻ പാടും. மக்களோட தேவையெல்லாம் போராடிய பெறுவோம் இஷ்டப்படி உழைப்போம் கஷ்டம் வந்தா சிரிப்போம் முட்டி மோதி மேல ஏறி உச்சத்துக்கே பறப்போம் கலக்கலே மிஸ்டர் லோக்கலே கலக்கலே மிஸ்டர் லோக்கலே റിച്ചുക്കണ്ണാ ഹലോ, ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഞാൻ പാടാൻ പോകുന്ന പാട്ട് സാഡ് സോങ് ഗ്രൗണ്ടിൽ പാടാൻ പോകുന്ന പാട്ട് ഞാൻ ഇന്ന് പാടാൻ പോകുന്നത് നീ ഉറങ്ങിയോ നിലാവേ. എത്ര പ്രാവശ്യം പറഞ്ഞു പാടാൻ പോണത്? ഞാൻ ഇന്ന് sad song ഗ്രൗണ്ടിൽ പാടാൻ പോണത് ഞാൻ പാടാൻ പോണത് ഏത് പാട്ട്? നീ ഉറങ്ങിയോ നിലാവേ. ഉറങ്ങിക്കോട്ടെ, അതിനിപ്പോ എന്താ? സാഡ് സോങ് സാഡ് സോങ് ആണ്, ഉറങ്ങിക്കോട്ടെ, അതിനിപ്പോ ഞാൻ എന്ത് വേണം? എന്താണ് സാഡ് സോങ് എന്ന് പറഞ്ഞാൽ എന്താ? സാഡ് സോങ് ഞാൻ കരിപ്പിക്കുന്ന റൗണ്ടാ. അടേ, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? വേണ്ട, ഒന്നും ചെയ്യണ്ടല്ലോ. പൂക്കുറ്റി വേണ്ട, പോക്കറ്റ് വേണം, ഗ്രേഡ് വേണ്ട, വീടും വേണം. അതാ ഞാൻ ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത്. കരയിപ്പിക്കോ? നമ്മളെ കരയിപ്പിക്കോ?
കരയിപ്പിക്കോ? ഉറപ്പാണോ? ബെറ്റാണോ? ബെറ്റ് നീ കരയിപ്പിച്ച് കഴിഞ്ഞാൽ നിനക്ക് ഞാൻ 50 രൂപ തരാം. ആ ഇല്ലെങ്കിൽ നീ എനിക്ക് 100 രൂപ തരണം. ഓക്കെ ആണോ റച്ചു? അത് കഴിഞ്ഞാലേ ബ്രേക്ക് ഉണ്ടാവുമല്ലോ, ഏഹ് അപ്പൊ തരുന്നുണ്ട് 100 രൂപ. ഓ ബ്രേക്ക് വരുമ്പോ തരാന്ന്. ആ ശരി. അപ്പൊ നീ കരയിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ 50 രൂപ തരും. നീ കരയിപ്പിച്ചില്ലെങ്കിൽ എനിക്ക് 100 രൂപ തരണം. ഓക്കെ, ബെറ്റ്. സ്റ്റാർട്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Thank you. നോക്ക്. ഒരു കഞ്ചി 100 രൂപ ഞാൻ നന്നായിട്ട് പാടി 100 രൂപ അങ്ങോട്ട്. ഞാൻ കരയിപ്പിച്ചില്ലെങ്കിൽ 100 രൂപ അങ്ങോട്ട്. അങ്ങനെയല്ല മതി. ടേക്ക് തുടങ്ങാം. തുടങ്ങില്ലേ? ടേക്കല്ലേ? ആ കോഴിക്കോട് പോയോ? കോഴിക്കോട് പോയില്ല. പിന്നെ എവിടെ പോയി? മ്യൂസിക് കോഴിക്കോട് പോയ ഒരു സംശയം. മ്യൂസിക്കോ? എനിക്ക് കണ്ണാ റെഡി? 1 2 3 4.
ചിറകുടെ കൊഞ്ചിത്തുള്ളും കുളിമഞ്ഞോ നീ തുമ്പികൾ അരിയ തിരിനാളം ദൂരെ കണ്ടാൽ പുതുപൂ പോൽ പുൽകുമോ വേനലാണു ദൂരെ വെറുതെ കറങ്ങു മറയല്ലേ നീ വാടിപ്പോകും കനവുകൾ നീരിപ്പൊള്ളും ചിറകുകൾ മനസ്സിൻ മടിയിൽ മയങ്ങാൻ കിളിമകളെ നീ ഉറങ്ങിയോ നിലാവേ മഴ നിലാവേ പെയ്തിറങ്ങി വാ തുളുമ്പും മിഴിതലോടാ ഒരു താരാട്ടിൻ കടലാൽ മാറാം നറുവെട്ടൂവേ തളിരാൻ മൂടാം ഇടനെഞ്ചിൽ കൂട്ടും കാണാക്കൂട്ടിൽ ഇടറുകിളിയുറങ്ങ് നീ ഉറങ്ങിയോ നിലാവേ മഴ നിലാവേ മധുപോലെ പെയ്ത മഴയേ മനസ്സാകെ അഴകായി നനയേ ഡാ, ഇണയായ ശലഭം നീ ജയിച്ചു. ഈ ജന്മസാരമേ ഞാൻ തേടും മീനമേ. എന്നെ കരയിപ്പിച്ചു. ദാ എന്റെ 100 rupees കേട്ടോ. ദാ വാ. മെല്ലെ മെല്ലെ ഓരോ നാളും നീ വെയിലായി എന്നോടെന്തോ മിണ്ടുന്നില്ലേ കൈവിരലാൽ ഇന്നലല്ലേ ഉള്ളിൽ എന്നും പൗർണമിയായി കണ്ണിൽ നിന്നും മായും നേരം നീർമണിയായി ഈ ജന്മസാരമേ അപ്പൊ റിച്ചു ജയിച്ച എം ജി ഞങ്ങളെ. അല്ലല്ല, ഞാൻ കമന്റ് ഒന്നും പറഞ്ഞില്ലല്ലോ. ആ അതിനു മുമ്പ് നമ്മുടെ അദ്ദേഹം 100 രൂപ കൊടുത്തു. നീ പാടി, നന്നായിട്ട് പാടി, ഞാൻ നമിച്ചിരിക്കുന്നു. താങ്ക് യു. നന്നായിട്ട് പാടി, പക്ഷെ എന്നെ കരയിപ്പിച്ചില്ല. അവിടെ ആ 100 രൂപ കഴിഞ്ഞിട്ട് കാരണം നീ കൊണ്ടു വെച്ചു. എനിക്ക് കരച്ചിൽ വന്നില്ല, പക്ഷെ പാട്ട് അതിഗംഭീരമായിട്ട് പാടി. താങ്ക് യു. ഞാൻ ചുമ്മാ പറഞ്ഞാ മതി. ഈ പേഴ്സോട് അങ്ങ് തരട്ടെ? വേണ്ട വേണ്ട. വേണ്ട, വേണ്ട വേണ്ട. ഞാൻ നോക്കാം. ഇതെത്രയാണ്? 50. പിടി. താങ്ക് യു. ഇതെത്രയാണ്? 50. പിടി. ഇതെത്രയാണ്? പിടി. ഇതെത്രയാണ്? 50. ആ, കൊണ്ടുപോകും. എല്ലാം കൊണ്ടുപോകും. വേണ്ട. ആ, വേണം. അപ്പൊ എല്ലാവരും ഒന്നല്ലേ? അപ്പൊ ഒരു ഉമ്മയും കൂടെ. താങ്ക് യു. ഞാൻ കമന്റ് പറയാം, നീ അവിടെ പോയി. വെറ്റ് ജയിച്ചല്ലോ. വെറ്റ് ജയിച്ചെന്ന് മാത്രമല്ല, ഇരട്ടിയുടെ ഇരട്ടി വിട്ടു. അതെ, അത്രയ്ക്ക് മനോഹരമായിട്ടാണ് പാടി. കാരണം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഞാൻ നമിച്ചിരിക്കുന്നു. അതിന്റെ കണ്ടിന്യൂഷനാണ് ഇപ്പൊ പറയാൻ പോകും. ഇത്രയും വയസ്സിൽ ഇത് പഠിച്ച് കാണാതെ വിത്ത് ലോട്ട് ഓഫ് എക്സ്പ്രഷൻസ്, പിന്നെ കട്ടിങ്സ് എന്ന് പറയുന്ന ആ സ്ഥലങ്ങളൊക്കെ വായോ
നീയുറങ്ങിയോ നിലാവേ ദരിരാവേ. അത് അങ്ങനെയുള്ള ഇത്രയും മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഈ കുഞ്ഞു വായിൽ കൂടെ വരുമ്പോഴത്തേക്ക് നീ ഒരു ദൈവമാണ്. സത്യം, യു ആർ എ ഗോഡ്. നീ നിനക്കൊന്നും അറിഞ്ഞൂടല്ലോ. കാരണം പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറഞ്ഞാൽ അവനൊന്നും അറിഞ്ഞൂടാ. അവന് സ്റ്റേജിൽ നിന്ന് പാടണം, വിശക്കുമ്പോൾ ആഹാരം കിട്ടണം, കളിക്കണം, ഇതൊക്കെയുള്ള ചിന്ത. ഉള്ള സത്യം ഉള്ളതുപോലെ തുറന്നു പറയും. അതുപോലെ അവൻ പറഞ്ഞ് നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഇഷ്ടം പോലെ പൈസ കിട്ടി. എന്നെ ഇന്നലെയും ഔസു അങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് കാലിഫോർണിയയിൽ. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അടുത്ത ഷൂട്ടിന് ഞാൻ വരുന്നുണ്ട്, അടുത്ത ഷെഡ്യൂളിന് ഞാൻ വരുമ്പോൾ അവിടെ വന്നിട്ട് ഈ 5ന്റെ കൂടെ 0 0 0 0 ഇപ്പൊ എത്ര? 50,000. ആ മോന് തരണമെന്ന് പറഞ്ഞിരിക്കുക. പുള്ളി വരട്ടെ കേട്ടോ. എന്തായാലും ഇങ്ങനെ പാടാൻ സാധിച്ചതിൽ മോൻ ദൈവത്തിനോടല്ല, എന്തോ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയോട് താങ്ക്സ് പറയണം കേട്ടോ. ഏതോ ഒരു പവർ, ആ പവർ നിന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക. ഒരു രക്ഷയില്ല. എത്ര ഒരുപാട് സ്ഥലങ്ങൾ എനിക്ക് എടുത്തു പറയണമെന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാൻ പറയുന്ന അവനും മനസ്സിലാവത്തില്ല. ഞാൻ വെറുതെ വായിട്ടലക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു കാര്യമില്ല. കാരണം അവൻ പഠിച്ചു, അവൻ കൃത്യമായിട്ട് വന്ന് പാടി. പക്ഷെ ഒരു സ്ഥലത്ത് മാത്രം ചരണം മാത്രം തുടങ്ങാനൊന്ന് എന്തോ ആലോചിച്ചോണ്ട് നിന്നു. അവിടെ ഒന്ന് ചാടി തുടങ്ങി, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാ സ്ഥലങ്ങളും സൂപ്പർ സൂപ്പർ സൂപ്പർ. താങ്ക് യു സർ. എനിക്ക് ഒരു ചടങ്ങ് നടത്താൻ. അതെന്താ? അതുണ്ട്, ഞാൻ ഇവിടെ വരട്ടെ. കുഞ്ഞു കൂട്ടിൽ മഞ്ഞു തൂകാൻ വാ മേഘമേ നീ. മക്കളെ, ചക്കരേ, മുത്തേ, ചക്കുടു, മക്കുടു, ഡുക്കുടു, ഉക്കുടു, ടക്കുടു, ഋതുക്കുട്ടു. എന്ത് ഇഷ്ടടാ അതിനെ? ഇന്ന് മുതൽ ഇവൻ അറിയപ്പെടുന്നത് പുതിയൊരു പേരിലാണെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. രാജ തന്നെ. ഇവൻ രാജാതിരാജ വീരമാർത്തണ്ഡ അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞേ? കോദണ്ഡ ദണ്ഡപാണി. കോദണ്ഡ ദണ്ഡ പാണി ആരാണ്? ഋതു രാജയാണ്. അപ്പൊ അവൻ ഇന്ന് മുതല് അവനെ ഇപ്പോ അഭിഷിക്തനാക്കാൻ പോവാണ്. അങ്ങനെയല്ലേ പറയുന്നത്? അതായത് അഭിഷിക്തൻ. ആ, അതാണ്. അഭിഷിക്തൻ എന്ന് പറയാം. അവൻ ക്രൗൺ പ്രിൻസ് ആണ്. ക്രൗൺ പ്രിൻസ് ആണ് മ്യൂസിക്കിന്റെ. അവനെ ഇന്ന് ഇവിടെ രാജാവായിട്ട് വാഴിക്കാൻ പോവാണ്. അപ്പോ ഫ്രം നൗ ഓൺവേർഡ്സ് നമ്മുടെ കുഞ്ചൂസിന് നമുക്ക് പേര് കൊടുക്കാം കൊച്ച് മെലഡി രാജ. അല്ലടാ? ആ, അപ്പൊ ഋതുവിനെ നീ എല്ലാരും കണ്ടാ പറയും മെലഡി രാജ. ഹായ് മെലഡി രാജ. മെലഡി രാജയുടെ പാട്ട് എന്നൊക്കെ പറയും. നോക്കാം. ഇഷ്ടപ്പെട്ടോ പേര്? ഇഷ്ടപ്പെട്ടു. ഓക്കെ അല്ലേ ചേട്ടാ? അല്ലേ? ഓക്കെ. KMR. അപ്പൊ കൊച്ചു മെലഡി രാജ അല്ലേ? കൈയടിച്ച് പസാകണം എല്ലാരും. ഓക്കെ, അപ്പൊ നമുക്ക് കിരീടം വെച്ച് കൊടുക്കാം അല്ലേ? ഇനി ഈ രാജാവിനെ അവിടെ ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ അഭിഷേകമാണ്. പാലഭിഷേകവും ഒക്കെയാണ്. ബോളാഭിഷേകം. ഓക്കെ. మలుపు కుదుపు నీదే అద్దమే చూపే
చెప్పెను బ్రతుకులలో తీరే അപ്പൊ അഭിഷേക് അങ്ങോട്ട് വരുന്നുണ്ട്, അങ്ങോട്ട് വരുന്നുണ്ട്, ഈ അങ്ങോട്ട് younger- വരുന്നുണ്ട്. അതെ, correct. അയ്യോ പോയല്ലോ. ഇതൊക്കെ ആർക്കാണ്? ആർക്കാ? ആർക്ക് ഋതുവിനാണ്. ഓ ആ അപ്പൊ ഇത് എടുത്തോണ്ട് പോണം കേട്ടോ. ആ എന്നിട്ട് വീട്ടിൽ പോയി കളിക്കണം കേട്ടോ. പിടിക്കണ ഇപ്പൊ പാവം. ഞാൻ പഠിക്കില്ല. അത് നമ്മൾ ചെയ്തോളാം. ആ ചെയ്തുതരാം. ഇത്രയും എടുക്കണമെങ്കിൽ 1 മണിക്കൂർ എടുക്കും. എടുക്കും. മൈക്കൊന്ന് പിടിക്കാം. എടാ ഞാൻ എടുത്തു തരാടാ പോകുമ്പോ. പിന്നെ എടുക്കാം. അത് പിന്നെ എടുക്കാം. അയ്യോ, പാവം. എടാ, മക്കളെ പറയുന്നേ, അവിടെ നിൽക്കി കമന്റ് പറയട്ടെ. ഋതു പാടിയതിനെ പറ്റി ഒന്നും പറയാനില്ല. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ കുറഞ്ഞു പോകും. ചേട്ടൻ പറഞ്ഞ പോലെ ഈശ്വരനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ വീണ്ടും വീണ്ടും ഈശ്വരനെ കാണാനായിട്ട് ഈ ടോപ്പ് സിംഗറിൽ നമ്മുടെ മെലഡി രാജയുടെ പാട്ടുകൾ ഇങ്ങനെ ആവർത്തിക്കപ്പെടട്ടെ എന്നും അവന് ഈശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാ സമയത്തും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുവാനായിട്ട് MJ അങ്കിൾ ആഗ്രഹിക്കുന്നു. എനിക്ക് സത്യത്തിൽ ഒന്നും പറയാനില്ല. പക്ഷെ MG ഏട്ടൻ പറഞ്ഞതുപോലെ ചിലപ്പോ ഋതുരാജ് പാടുമ്പോൾ നമുക്ക് തോന്നും ഇത് ഒരു ഹ്യൂമൻ ബീങ് അല്ല, ഇതൊരു എക്സ്ട്രോർഡിനറി പവറാണ്. അത് നമ്മൾ എല്ലാവരും തമ്മിലുള്ളത് ആ എക്സ്ട്രോർഡിനറി പവറാണ്. എന്നാലും ഇങ്ങനെ ഒരു ചെറിയ കൊച്ചു ഇങ്ങനെ പാടുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള പാട്ടുകൾ ഇങ്ങനെ ഈസി ആയിട്ട് പാടുമ്പോൾ ഡെഫിനറ്റ്ലി യു സീ ദി പ്രസൻസ് ഓഫ് ദ ഡിവൈൻ ഓൾ ദ ടൈം. അത് നമ്മുടെ വിശ്വാസം കൂടുന്നു, അതാണ് നമ്മുടെ ഭക്തി കൂടുന്നു. സോ ഇത് ഗോഡ്സ് ചൈൽഡ് ആബ്സല്യൂട്ട്ലി. ഋതു കേമാർ അടിച്ച് പൊളിച്ചുടാം. അപ്പൊ ഋതുക്കുട്ടന് ഇന്ന് ഗ്രേഡ് താങ്ക് യു സാർ. ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്. കാരണം ഋതു എപ്പോ വന്നാലും വാവാണെന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാൻ പറ്റും. കഴിഞ്ഞ 3 പ്രാവശ്യം വാവ അല്ലേ? 3 പ്രാവശ്യം വാവ്. ആ, അതാണ് ഒന്ന് ആദ്യം കിട്ടി, പിന്നെ രണ്ടാമത് എനിക്ക് കിട്ടിയില്ല. രണ്ടാമത്തെ കിട്ടി, പിന്നെ മൂന്നാമത്തെ പിന്നെ മൂന്നാമത്തെ പിന്നെ 4, പിന്നെ 8, പിന്നെ 10 ഇനിയും കിട്ടും കേട്ടാ. എപ്പോഴും വാവ. നാരായണൻകുട്ടിയെ ലോലപ്പൻ പിള്ള. അത് മതിയോ? ലോലപ്പൻ പിള്ള അതെ. ചേട്ടോ. ആരെങ്കിലും ആട്ടെ. പുതിയ ഒരു നാരായണൻകുട്ടി ചേട്ടൻ ഇട്ടൂടെ? ചേട്ടാ KMR കൊടുത്തേക്ക്. ആ കൊച്ചു മെലഡി രാജ. അപ്പൊ കൊച്ചു മെലഡി രാജ അടിപ്പൂക്കുറ്റി. താങ്ക് യു. You are awarded a wow. താങ്ക് യു സാർ. അപ്പൊ റിച്ചുകുട്ടാ, Okay, ടാറ്റ. bye. എന്നാ ഇതും കൊണ്ടോക്കോ. ടാറ്റ, ഒരു thank you bye, പറഞ്ഞേ bye. അങ്കിളിന്. പുതിയ പേര് താങ്ക് കിട്ടാനില്ലേ? യു. ആ. ബൈ ബൈ. സൂര്യനെ കൈതൊടാൻ ഗോപുരം തേടിയോ പാതിരാ തിങ്കളിൻ തൂമുഖം നോക്കിയോ കൂട്ടിലിരുന്നു പാറുന്ന ചെറുകിളി കൂടു തുറന്നു നോക്കുന്ന നേരം 100 കരങ്ങൾ നീട്ടുന്നു പരിമളമാസം.
फिर इस जन्म में मुलाकात हो ना हो, लग जा गले कि फिर ये हंसी रात हो ना हो, शायद फिर इस जन्म में मुलाकात हो ना हो, लग जा गले हमको मिली है आज ये घड़ियां नसीब से, हमको मिली है आज ये घड़ियां नसीब से, जी भर के देख लीजिए हमको करीब से, फिर आपके नसीब में ये बात हो ना हो, शायद फिर इस जन्म में मुलाकात हो ना हो, लग जा गले पास आए कि हम नहीं आएंगे बार बार, पास आए कि हम नहीं आएंगे बार बार, बाहें गले में डाल के हम रोल जार जार, आँखों से फिर ये प्यार की बरसात हो ना हो, शायद फिर इस जन्म में मुलाकात हो ना हो, लग जा गले कि फिर हंसी रात हो ना हो, शायद फिर इस जन्म में मुलाकात हो ना हो, लग जा गले ശ്രീമലട, ദ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ ആരാണ്? ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ KMR, കൊച്ചു മെലഡി രാജ. കൊച്ചു മെലഡി രാജയായിട്ടുള്ള നമ്മുടെ ഋതുക്കുട്ടൻ. വെൽക്കം റിച്ചുകുട്ടൻ. ബെസ്റ്റ് പെർഫോമറിനൊരു സർപ്രൈസ് ഗിഫ്റ്റ് അനി ചേച്ചി തരും. മൊമെന്റ് ഓഫ് ദ ഡേ MG ഞങ്ങൾ വെച്ചെടുക്കും. നീയുറങ്ങിയോ നിലാവേ, മഴനിലാവേ, പെയ്തിറങ്ങി
പാടാം